2022 പുറത്തു വന്ന ഗാട്ടാ ഗുസ്തി എന്ന സിനിമയെക്കുറിച്ച് അന്ന് ഞാൻ എഴുതിയ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും തമിഴിൽ സ്ഥിരം കാണുന്ന റൂറൽ ഡ്രാമകൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണമെന്ന് ആ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നായിരുന്നു. പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ ജനിച്ചു വളർന്ന ഒരു പുരുഷൻ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും സ്വപ്നങ്ങളും പാഷനും ഒക്കെ ഉണ്ട്, അവരെ പിന്തുണയ്ക്കുന്നവരായിട്ടും പുരുഷന്മാർക്ക് മാറാമെന്ന് പറയുന്ന യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നത് കാണിച്ചൊരു സിനിമയായിരുന്നു ഗാട്ടാ ഗുസ്തി. വീര എന്ന നമ്മുടെ നായകൻ കീർത്തി എന്ന ഗുസ്തിക്കാരിയായിട്ടുള്ള നായികയുടെ തനി സ്വരൂപം ഒരു ഘട്ടത്തിൽ അറിയുന്നത് ഒരുപാട് ചിരിപ്പിച്ച, വീണ്ടും കാണാൻ തോന്നിപ്പിച്ച തരം ഒരു സിനിമാറ്റിക് മൊമെന്റ് ആയിരുന്നു. ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഗാട്ടാ ഗുസ്തി 2 ഇവരുടെ കുടുംബജീവിതത്തിലെ ഒരു പുതിയ ഘട്ടത്തെ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇവർക്കിപ്പോൾ 6 വയസ്സുള്ള ഒരു മകളുണ്ട്. പക്ഷേ നേരാമണ്ണം ഒരു കോൺഫ്ലിക്റ്റ് കഥയിൽ ഉണ്ടാക്കിയെടുക്കാൻ സംവിധായകനായിട്ടുള്ള ചെല്ല അയ്യാവു കടന്ന് കഷ്ടപ്പെടുകയാണ്. പടം എന്റർടൈനിങ് ആക്കാൻ വേണ്ടി കഥയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത തരം ഒരുപാട് കോമഡി ട്രാക്കുകൾ എഴുതിയിട്ടാണ് റണ്ണിംഗ് ടൈം ഒപ്പിക്കുന്നത്. റൂറൽ ഡ്രാമകൾ ലേശം മാറ്റി എഴുതണമെന്ന് ആദ്യ സിനിമയിലൂടെ പറയാതെ പറഞ്ഞ സംവിധായകൻ രണ്ടാം സിനിമയിലേക്ക് വരുമ്പോൾ ആവശ്യമില്ലാത്ത സബ്പ്ലോട്ടുകൾ ഉപയോഗിച്ച് വലിച്ചു നീട്ടി അവസാനം ഒരു ഉപദേശം പറഞ്ഞു വെക്കുന്ന പഴഞ്ചൻ ശൈലിയിൽ തന്നെ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ സിനിമയിലെ കഥയ്ക്ക് ശേഷം നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള കീർത്തി ഇപ്പോൾ ഗവൺമെന്റ് ജോലിയുള്ള, അതിനൊപ്പം റെസ്ലിംഗ് ട്രെയിനിങ് നടത്തുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ അത്ലറ്റ് ആണ്. കീർത്തിയെ അവളുടെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന, വീട്ടിലെ കാര്യങ്ങളും മകളുടെ കാര്യങ്ങളും നോക്കുന്ന ഹൗസ് ഹസ്ബൻഡ് ആയിട്ടാണ് വീര ഇപ്പോൾ ജീവിക്കുന്നത്. നാഷണൽ ലെവൽ കോമ്പറ്റീഷന് വേണ്ടി കീർത്തി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീരയുടെ ഭാഗത്തു നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു പോകുന്നു. ഈ ഒരു തെറ്റ് അവരുടെ കുടുംബജീവിതത്തെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നതാണ് ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. സമൂഹം സ്ത്രീകളോടുള്ള അപ്രോച്ചിൽ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം അറിയാത്തൊരു വ്യക്തിയായിട്ടാണ് വീരയെ നമ്മൾ ഒന്നാമത്തെ സിനിമയിൽ കാണുന്നത്. വേണ്ടത്ര സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു കോമൺ സെൻസ് അയാൾക്കുണ്ട്. എന്നാൽ ഈ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ കോമൺ സെൻസ് എന്ന സാധനം ആ കഥാപാത്രത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. കീർത്തിയുടെ കരിയർ തന്നെ ഇല്ലാതാക്കാൻ പാകത്തിനുള്ള വീര കാണിക്കുന്ന തെറ്റ് നല്ല എ ക്ലാസ് മണ്ടത്തരമാണ്. ആ ഒരു സംഗതിയിലേക്ക് കഥ എത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറേ അനാവശ്യ കോമഡി സീനുകൾ പടത്തിൽ കയറി വരുന്നുണ്ട്. അതിലൊരെണ്ണം സൈക്കോളജിസ്റ്റിനെ കീർത്തി എടുത്ത് മലത്തി അടിക്കുന്നതൊക്കെയാണ്. കോച്ചിന്റെ ഈഗോ, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ, അത് കഴിഞ്ഞിട്ട് എല്ലാം മറന്ന് ഒന്നിക്കുന്നത്, ഇതെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങേയറ്റം സില്ലി ആയിട്ടുള്ള രീതിയിലാണ്. ജെനുവിനായിട്ട് ഒരു ഫൺ ഏരിയ ആയിട്ട് തോന്നിയത് ക്ലൈമാക്സിനോട് അടുത്ത് ഇവരുടെ മകൾ കോടതിയിൽ ജഡ്ജിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്ന സീനിലാണ്. ഒരർത്ഥത്തിൽ ആ സീനിൽ നടക്കുന്ന സംഗതിയാണ് പടത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അവിടം വരെ എത്തിക്കാൻ കുറെ കോമഡികൾ വലിച്ചു നീട്ടി വെച്ചതാണ്. വിവാഹത്തിലെ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും ഗോതയിൽ അടിച്ചു തീർക്കുന്നു എന്ന് പറയുന്ന ഒരു ഐഡിയ മാത്രമാണെന്ന് തോന്നുന്നു ഇതിന്റെ സംവിധായകന്റെ തലയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നായക കഥാപാത്രത്തെ ആരെന്തുവെന്ന് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു നല്ല മണ്ടനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്റർടൈനർ സിനിമ എന്ന ടെംപ്ലേറ്റിലേക്ക് എത്തണമെങ്കിൽ ഇതിന്റെയൊക്കെ കൂടെ കോമഡിയും റൊമാൻസും ഡാൻസും പാട്ടും ഒക്കെ വേണം. 2.5 മണിക്കൂർ സിനിമയിലെ ഏതാണ്ട് 2 മണിക്കൂറും ഇതുപോലത്തെ സാധനങ്ങൾ തിരികെ കയറ്റാനാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സിനിമയിലൂടെ സ്ത്രീകളോട് അങ്ങേയറ്റം റെസ്പെക്ട് ഒക്കെ വന്നു തുടങ്ങിയ നമ്മുടെ നായകനെ ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുടിവെള്ളം പിടിക്കാനുള്ള ലൈനിൽ മുമ്പിലെത്താൻ വേണ്ടിയിട്ട് അയൽവക്കത്തെ സ്ത്രീകളുടെ അരക്കെട്ടിൽ കയറി നുള്ളുന്ന ആളായിട്ട് കാണിച്ചുകൊണ്ടാണ്. അതിനുശേഷം ആശാൻ നീണ്ട മുടിയുള്ള മകളുടെ ടീച്ചറുടെ പിന്നാലെ പോകുന്നുണ്ട്. കോമഡിക്ക് രണ്ടാം പകുതിയിൽ ക്ഷാമം വന്നപ്പോൾ ഇതേ ടീച്ചർ കഥാപാത്രത്തിന്റെ കൂടെ ഈ തിരുമണ്ടൻ അപ്പടിപ്പൂട് എന്ന പാട്ടിന് ടീച്ചറെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഡാൻസും കളിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ പാരന്റിന്റെ കൂടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യുന്ന ടീച്ചർമാരുള്ള വിചിത്ര യൂണിവേഴ്സിലാണ് ഈ പടം നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമ കീർത്തിക്ക് ഡിവോഴ്സ് ചോദിക്കാനുള്ള എല്ലാ ശരിയായ കാരണങ്ങളും കൊടുക്കുന്നുണ്ട്. അവിഹിതത്തിന് മാപ്പ് കൊടുത്താലും ഒട്ടും സെൻസിറ്റിവിറ്റി ഇല്ലാതെ ഓരോ മണ്ടത്തരം കാണിച്ചു വെച്ചിട്ട് അതിനെല്ലാം മാപ്പ് ചോദിക്കാൻ വീര കാണിക്കുന്ന തൊലിക്കെട്ടി കാണുമ്പോൾ ആർക്കും അയാളെ സഹിക്കാൻ തോന്നില്ല. ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള ഉപദേശ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡേറ്റിംഗ് ആപ്പുകളെ മാട്രിമോണിയൽ ആപ്പായിട്ട് മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ച ചില അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും മനസ്സ് പോലെയാണ്. ഉള്ളിന്റെ ഉള്ളിൽ തനി പഴഞ്ചനാണ്, പക്ഷെ പുതിയ ആൾക്കാരുമായിട്ട് ചേർന്ന് പോകാൻ പുറമേ നിന്ന് പുരോഗമനത്തെ പിന്തുണയ്ക്കുന്നു എന്നൊരു രീതിക്ക് ഓരോന്ന് പറയുക. പടം പിന്തിരിപ്പനാണ് എന്ന് നാട്ടുകാർ ചീത്ത പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പടത്തിൽ കരുണാസ് ചെയ്ത സ്ത്രീവിരുദ്ധ കഥാപാത്രത്തെ കോമഡി പീസാക്കിയിട്ട് ഈ പടത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. പടത്തിന്റെ വിഷ്വൽ ക്വാളിറ്റി ആദ്യത്തെ ഭാഗത്തേക്കാൾ വളരെയധികം മോശമായിട്ടുണ്ട്. ഷോൺ റോൾഡന്റെ പാട്ടുകൾ തരക്കേടില്ലാത്തവയായിരുന്നു. മിസ്റ്റർ ബട്ട്ലർ സിനിമയിലെ ദിലീപിനെ പോലെയുള്ള ഒരു സോണിലേക്ക് വീര എന്ന നായക കഥാപാത്രം മാറിയിട്ടുണ്ട്. നിഷ്കളങ്കതയായിട്ട് സിനിമ അവതരിപ്പിക്കുന്ന വിവരമില്ലായ്മയുള്ള ഈ കഥാപാത്രത്തെ കണ്ടാൽ നമുക്കൊന്ന് കൈവെക്കാൻ തോന്നിപ്പോകും. ബൈ ദ വേ, നിഷ്കളങ്കൻ 2 തവണ ഈ പടത്തിൽ കരണത്തടിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, കണ്ടാൽ അയാളെ തല്ലാൻ തോന്നും എന്നുള്ളത് പെർഫോമൻസ് അളക്കുന്നതിന്റെ ഒരു മാനദണ്ഡമാണെങ്കിൽ വിഷ്ണു വിശാൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഐശ്വര്യലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വേറെ ആരുമാണ് ഡബ് ചെയ്തിട്ടുള്ളത്. തരക്കേടില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു റോളിന്റെ കാര്യത്തിൽ കൂടുതൽ ഡിമാൻഡിംഗ് ആയിട്ടുള്ളത് ഗുസ്തി ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലേക്കുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒന്നാം ഭാഗത്തെ അപേക്ഷിച്ച് ഇത്തവണ ഫോക്കസ് കൂടുതലായിട്ട് വരുന്നത് വിഷ്ണു വിശാലിന്റെ ക്യാരക്ടറിലേക്കാണ്. സറ സയാന എന്ന കൊച്ചുകുട്ടിയാണ് ഇവരുടെ മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ മലയാളം സിനിമകളിൽ ഈ അടുത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മോക്ഷ ഈ സിനിമയിലൂടെ തമിഴിൽ അരങ്ങേറ്റം
അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. വളരെ വോയറിസ്റ്റിക് ആയിട്ടുള്ള ഉദ്ദേശം മാത്രമേ ആ കഥാപാത്രം കൊണ്ട് സിനിമയ്ക്കുള്ളൂ. കരുണാസും മുനിഷ്കാന്തും ആദ്യ സിനിമയിലുള്ള തങ്ങളുടെ കഥാപാത്രങ്ങളെ വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. പോസ്റ്ററിൽ ഒരുപാട് താരങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രമ്യ കൃഷ്ണനെയും യോഗി ബാബുവിനെയും 5 മിനിറ്റ് റോളുകളിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഗാട്ടാഗുസ്തി മത്സരം ഈ സിനിമയുടെ അവസാനം ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. തന്നോട് ഡിവോഴ്സ് ചോദിച്ച ഭാര്യയെ ഗുസ്തിയിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സ്നേഹസമ്പന്നനായ ഭർത്താവ് ചെയ്യുന്നത് ഗുസ്തിയുടെ ഇടയിലൂടെ പബ്ലിക്കായിട്ട് ഉമ്മ വയ്ക്കുകയും കയറി പിടിക്കുകയും ഒക്കെയാണ്. ഈ പടത്തിലുള്ള സംഭവക്കാരി എന്ന് പറയുന്ന ഇവർ തമ്മിലുള്ള ഇന്റിമേറ്റ് മൊമെന്റുകൾ കാണിക്കുന്ന പാട്ടിലുള്ള ഇന്റിമസി കഥയ്ക്ക് ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ പബ്ലിക്കായിട്ട് ഹരാസ് ചെയ്യുന്നത് സ്നേഹമുള്ള ഭർത്താവിന്റെ കുറുമ്പാണ് എന്നൊക്കെ കാണിക്കുന്ന ഈ സിനിമയുടെ ഒരു പോക്ക് കാണുമ്പോൾ ഇതിന്റെ സംവിധായകൻ ആദ്യത്തെ പടം ഇറക്കിയത് സ്ത്രീ സമത്വം ശരിക്കും ആഗ്രഹിച്ചിട്ടാണോ, അതോ അന്നത്തെ സാഹചര്യത്തിൽ ചെലവാകാൻ സാധ്യതയുള്ള വിഷയം സ്ത്രീ സമത്വം ആയതുകൊണ്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്